ഞാൻ നിക്കണവിടെ. എന്റെ പൊന്നു സാറേ, എന്നെ എപ്പോഴും പിടിക്കല്ല. അവന്മാരെ പിടി. അങ്ങനത്തെ രണ്ട് പിള്ളേരെ ക്ലാസ് റൂമിൽ കയറ്റിയിട്ട് നേരെ നമ്മള് ഒന്ന് ചൂടാക്കാനായിട്ട് കണ്ട ഇതിനെടുത്തിട്ട് പൊളിച്ച് ഞണ്ട് വേണ ഞണ്ട് ഞണ്ട് വേണ ഞണ്ട് നല്ല പിടയ്ക്കണ ഞണ്ട്. അപ്പൊ നല്ല പിടയ്ക്കണ ഞണ്ട് വേണ. ഈ ഞണ്ട് വെച്ച് നമ്മളൊന്ന് പൊളി സാധനം ഉണ്ടാക്കാൻ പോവാണ് മച്ചാമാരെ. അപ്പൊ തുടങ്ങിയാലോ പരിപാടി. നല്ല വെയിറ്റ് ആട്ട മുതലിന് എന്റെ മോനെ. അപ്പൊ നമ്മുടെ പാത്രത്തിൽ നോക്കിയേ നല്ല ഇഞ്ചിമുട്ട് സാധനങ്ങളാണ് കിടക്കുന്നത്. നോക്കിയേ കണ്ട, നമ്മുടെ കയ്യിലിരിക്കണം മുതല് പോലെ തന്നെ അത് അടുത്ത ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാണുന്ന മുതലുകളെ വെച്ചിട്ട് നമ്മിന്ന് പൊളി സാധനം ചെയ്യാൻ പോവാണ്. ഐറ്റം വേറൊന്നുമല്ല, മഡ് ക്രാബ് എന്ന് പറയും. ഇവരുടെ കാല് തന്നെ നോക്കി, ഇതിൻ്റെ ഇടയിലൊക്കെ എൻ്റെ വിരലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിലേ വെറും പപ്പടം ആക്കി കളയും, ചതച്ച് ചമ്മന്തി ആക്കി കളയും. അങ്ങനത്തെ മുതലുകളാണിത്. ഇതിൽ ഈ കാണുന്ന ഒരു ഞണ്ട് തന്നെ ഏകദേശം 1.5 കിലോ വെയിറ്റ് വരും. അതായത് ഏകദേശം 4500 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള സാധനമാണ് ഈ ഒരെണ്ണം നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ദേ നമുക്ക് ഇതിൻ്റെ കെട്ടൊന്ന് അഴിക്കാം കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, കടി കൺഫേം ആണ്. ഓ കണ്ട, അവനെ അഴിച്ചപ്പോഴേക്കും അവൻ്റെ കലി അങ്ങോട്ട് മാറിയണ്ട. അപ്പോൾ ദേ കെട്ടഴിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ആള് ഭയങ്കര എനർജി ആയി. കണ്ട, ഇതാണ് മോനെ പവർഫുൾ സാധനം. ഇതിൻ്റെ ഒക്കെ ഒരു കടി ഒരു രക്ഷ ഉണ്ടാവില്ല. അങ്ങനെ കെട്ടഴിച്ച് വിട്ട് നമ്മുടെ മുതലക്കുട്ടന്മാരെ അല്ല നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ നമ്മൾ ഒന്ന് രംഗത്തേക്ക് ഇറക്കി വിടുകയാണ്. എങ്ങനെയുണ്ടെന്ന് ഓട്ട മത്സരം ഏടവര് ഏടോ എല്ലാവരും എന്താ പരിപാടി കണ്ടാ. നല്ല അടിപൊളി ഞണ്ട് കുട്ടന്മാര് കണ്ടാ. ഇടത്ത് കാട്ടി കയറി പോവില്ലേ, കിട്ടോ പിന്നെ നോക്കിക്കോട്ടെ എവിടേക്കാ പോണേന്നൊക്കെ. വരും മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ജമ്പ് ചെയ്തൊക്കെയാണ് കടിക്കണത്. എടാ ഇവിടേക്ക് ഒരാൾ വന്നേ. നിക്കടാ അവിടെ. വിടമാട്ടേൻ ഉണ്ണൈ ഞാൻ വിടമാട്ടേൻ ഉണ്ണൈ വിടമാട്ടേൻ. ഇനി എല്ലാവരും സ്കൂളിലെ കുട്ടികൾ വന്നേ. അയ്യോ ഞാൻ നിക്കണവിടെ. എന്റെ പൊന്നു സാറേ, എന്നെ എപ്പോഴും പിടിക്കല്ല. അവന്മാരെ പിടി. വീട്ടിലടാ എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ പുറത്തേക്ക് കിട്ടുന്നുള്ളൂ കേട്ടാ. അങ്ങനെ മച്ചാമാരെ ഇത്ര നേരം ജീവനോടുകൂടി ഇരുന്ന ഞണ്ടിനെ നമ്മൾ ഡെഡാക്കി എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. അപ്പോൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെല്ലിൻ്റെ കളറൊക്കെ ചുമപ്പാവട്ടാ. അപ്പോൾ ചൂടിൻ്റെ പകരം നമ്മൾ തണുപ്പ് ഉപയോഗിച്ചു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഞണ്ടിനെ ഇനി നമ്മൾ കഴുകിയെടുക്കാൻ പോവാണേ. ഇനി ഇവന്മാരെ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ. ഞണ്ടുകളൊക്കെ ചെറുതായിട്ട് ചെളി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ചെളിയൊക്കെ നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഇങ്ങനെ വെള്ളം മാറ്റിയാളെ നേരെ പാത്രത്തിലേക്ക്. നമ്മുടെ ഞണ്ടൊക്കെ ചത്ത കാരണം കൊണ്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മറ്റേ കടിച്ച് നമ്മുടെ കൈയെടുത്ത് കളയും. അപ്പം ഇനി ഇതേ നമ്മളുടെ ഞണ്ടിനെ ഉടുപ്പ് തുറക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ട, ഇതിങ്ങനെ തുറന്നിട്ട് നേരെ വലുതായതുകൊണ്ട് അങ്ങനെ തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല, ചെറുതൊക്കെ നമ്മളങ്ങനെ തുറക്കാറ്. കടാ, ഇതാണ് നമ്മുടെ ഞണ്ട് തുറക്കുമ്പോഴുള്ള കാഴ്ച. കാണണം മഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞണ്ടിൻ്റെ പൊന്നെന്ന് പറയും കേട്ടോ. അത് നമ്മൾ കളയില്ല, നമ്മൾ ആകെ കളയണത് ഇതിൻ്റെ തലഭാഗം കണ്ടാ. ഇതാണ് ഇതിൻ്റെ തലയും വായയും ചുണ്ടൊക്കെ വരുന്ന ഭാഗം. അത് നമ്മളിങ്ങനെ കിള്ളി അങ്ങോട്ട് എടുക്കുകയാണ്. ഇനി ഈ കാണുന്ന സവാള പോലത്തെ സാധനമില്ലേ, അതും വേസ്റ്റാണ്. അപ്പം അതും നമ്മൾ കളയണം.
അപ്പോൾ ഇത് നമ്മുടെ ഞണ്ടിൻ്റെ പുറന്തോട് നമ്മൾ കളഞ്ഞ് ക്ലീൻ ആക്കി ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറന്തോട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കളയുന്നില്ല. ഈ തിരിച്ച് നമുക്ക് ഒരു സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് മൂടി വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്നുകൂടി നമുക്ക് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാം ഒന്ന് തോട് പൊളിച്ച് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാം. ഇതിങ്ങനെ തുറന്നു വരാനായിട്ട് ഇത് ഇവിടെ നീക്കി കൊടുത്താൽ മതിട്ടാ. അപ്പോൾ ഈ കിരീടം പോലത്തെ സാധനങ്ങൾ തുറന്നു വരും. കണ്ടാ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഞണ്ട് കൂട്ടിനൊരു മസാല വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട്. നമ്മുടെ തക്കാളി, സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ നോക്കുകയാണെങ്കിൽ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ തക്കാളിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. നമ്മുടെ വെയിലൊക്കെ നല്ല ഉച്ചസ്ഥായിൽ കയറി നിൽക്കുന്ന ടൈം കേട്ടോ. അപ്പോൾ നമ്മളുടെ പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇനി അരിഞ്ഞെടുക്കാനുള്ള പരിപാടി കേട്ടോ. കണ്ട, നമ്മുടെ തക്കാളികൾ ചക്ക നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ അരിഞ്ഞ തക്കാളി മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ സവാള എടുത്ത് അരിഞ്ഞെടുക്കാം. ഇനി നമ്മുടെ സവാള ഇങ്ങനെ കുത്തിയരിഞ്ഞ് അതും നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കുഞ്ഞിങ്ങനെ അരിയുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കത്തിനും പറഞ്ഞു വിട്ടു. ഇനി നമ്മുടെ മല്ലിയിലയാണേ. ഇനി കുറച്ച് പച്ചമുളക് എടുത്ത് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പം ഇനി നമ്മുടെ മസാല ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളിയിലാണ് നമ്മളിത് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടാവും. നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നമ്മൾ വഴറ്റാനായിട്ട് ഒന്ന് വഴന്നു വരട്ടെ. എന്നിട്ടാണ് നമ്മുടെ തക്കാളിയും ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം, മല്ലിയില, ഇനി ഇതിൽ നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ കാശ്മീർ ചില്ലി പൗഡർ, കുരുമുളക്, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഈ ഒരു മസാല നല്ല രീതിക്ക് കുറുകി വന്നോട്ടാ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ മസാല നല്ല കൊതാന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിക്ക് വെന്തു, നല്ല മണം വന്ന് തുടങ്ങി. വെള്ളമൊക്കെ വറ്റി നല്ല വരണ്ട് നമുക്ക് വേണ്ട ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്കിനി ഇറക്കി വെച്ചിട്ട് നമ്മുടെ ഞണ്ട് കൂട്ടൻ്റെ ബാക്കി പടി നോക്കാം. ഇനി ഒരു ഐറ്റം കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. സംഭവം എന്നിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ചെറുനാരങ്ങ എടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് അതിൻ്റെ നീര് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയുള്ള പരിപാടി ഇച്ചിരി വെറൈറ്റി ആട്ടാ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഇൻഫ്യൂസർ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വലിയ സാധനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ചെറിയ ഇൻഫ്യൂസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നേരെ നമ്മൾ നമ്മളുടെ ഈ ഒരു മസാല ഇതിൽ നമ്മൾ ഫില്ല് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ ഞണ്ട് കുട്ടനെ ഓൾറെഡി നമ്മൾ തുകലൊക്കെ മാറ്റി ക്ലീനാക്കി സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരെ നമ്മളുടെ ഈ ഒരു മസാല എടുത്ത് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ കീറി ഇറങ്ങുമ്പോൾ അതിൻ്റെ റിഫ്ലക്സ് വരുന്ന എല്ലാത്തിൽ കൂടെയും ജ്യൂസൊക്കെ ചാടണ കറക്റ്റായിട്ട് മസാല ഉള്ളിൽ കയറണേൻ്റെ ഉണ്ടത്. നമ്മുടെ ഇൻഫ്യൂസർ വെച്ച് കുത്തുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായില്ലേ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല എടുത്ത് നേരെ നമ്മുടെ ഞണ്ടിൻ്റെ തോടിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ അത് മൂടാണ്.
ഇനി ഇത് 2 കെട്ടുകമ്പി എടുത്തിട്ട് നമ്മളിത് കെട്ടിക്കൊടുക്കുകയാണ്. നമ്മൾ കുറച്ചൊന്നത് ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഞണ്ടും നമ്മൾ സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മസാല തേച്ച് കമ്പി കെട്ടിക്കഴിഞ്ഞ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നമ്മൾ മലത്തി വെക്കാട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ മസാല താഴേക്ക് പോകും. അപ്പോൾ അത് പോവാതിരിക്കാനായിട്ട് നമ്മൾ മലത്തി വെക്കുന്നേ. അപ്പോൾ മച്ചാന്മാരെ ഈ കാണുന്ന ഐറ്റം നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അതായത് നമ്മളുടെ ഗ്രില്ലിങ്ങിനും നമുക്ക് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ലിവറിൽ നമ്മൾ പിടിച്ച് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഗ്രില്ല് പൊന്തി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള അളവിൽ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യം കഴിയുമ്പോൾ താത്തണേ താത്താം, വേണ്ട അളവിലേക്ക് ചൂടിന് വേണ്ടിയിട്ട് താത്തി വെക്കണമെങ്കിൽ താത്തി വെക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ വെച്ചാണ് ഇന്ന് നമ്മുടെ ക്രാബിനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സംഭവം നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ എടുത്തു പോനെ. അപ്പോൾ നമ്മുടെ കരി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലെ. മതിയോ? അപ്പോൾ നമ്മുടെ കരിയൊക്കെ നമ്മൾ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് തീ കൊടുത്ത് നല്ല കനലാക്കി എടുക്കാം. പിന്നെ നമ്മുടെ കർപ്പൂരം ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ മക്കളെ ഇതേ നേരം രാത്രി ഉണ്ട് കേട്ടോ. നമ്മുടെ കനൽ കത്തി ഒന്ന് സെറ്റ് ആയി വന്നപ്പോഴേക്കും ഇവിടെ ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മളുടെ ഞണ്ട് കൂട്ടന്മാരെ ഇതേ ഇനി നേരെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ കേട്ടോ, നമ്മൾ ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മളിതേ ഇതിൻ്റെ മുകളിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. ആയി ഇനിയുള്ളത് കുറച്ച് കുഞ്ഞന്മാരാണ്ടാ. ഇവരെ നമ്മൾ ഇതേ ഇവിടെ തന്നെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് കുക്കാവട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ വെച്ചപ്പോഴേക്കും നമ്മുടെ ഞണ്ടുകൂട്ടന്മാരുടെ കൈയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതേ നമ്മളൊരു കൈയെടുത്ത് പൊക്കുകയാണെങ്കിൽ കണ്ട നിറം മാറി തുടങ്ങണണ്ട. ചൂടടിക്കുമ്പോഴേക്കും ഇതിൻ്റെ നിറമൊക്കെ മാറി നല്ല ചുവന്ന കളറിലേക്ക് എത്തും. ഇത് വെച്ചപ്പോഴേക്കും ഉള്ളിലുള്ള മസാലയൊക്കെ അവിടെ തിളച്ചു തുടങ്ങിയിട്ടാണ്. അതേ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ അവിടെ കിടന്ന് തിളച്ച് ആ ഗ്യാപ്പിൽ കൂടിയൊക്കെ ചാറിങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റുമേ. ഇതേ നല്ല ചൂടാണേ. നമുക്ക് മറച്ചിടണമെങ്കിൽ ഇതൊന്ന് പൊക്കിയിട്ട് വേണം മറച്ചിടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ അവിടെ തുള്ളിക്ക് ഭയങ്കര ഹീറ്റ് അടിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഞണ്ട് കുട്ടൻ്റെ എടുക്കുമ്പോൾ തന്നെ നോക്കിയേ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരണം. അമ്പോ നോക്കിയേ ഞണ്ടിൻ്റെ കളറ് മാറിയണ്ട, ചുവന്ന് വന്നു ചുവന്ന്. അപ്പോൾ ഇവനെ നല്ല കനമുള്ള ഭാഗത്തേക്ക് തന്നെ ആക്കി ഇനി അടിഭാഗം വേവാനായിട്ട് വയ്ക്കാം. അടുത്ത ആൾ കമോൺ മൈ ബോയ്. എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോട്ടെ, ഒരു കിൻഡൽ ജ്യൂസാണ് പോണത്. കുറച്ചൊക്കെ പോകും എന്തായാലും. ഓക്കെ, കാണാൻ നല്ല സുന്ദര കുട്ടപ്പനായി ചുവന്ന ഞണ്ട്. ഇതേ നോക്കിയേ നമ്മുടെ ഞണ്ട് കുട്ടന്മാർ ഇപ്പോൾ ഇരിക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു സ്കൂളിൽ പിള്ളേർ ഇങ്ങനെ ക്ലാസ് കേട്ടിരിക്കൂലേ, അതുപോലെ ഉണ്ട് കേട്ടോ. പക്ഷേ ക്ലാസ് കേട്ടിരിക്കുന്ന സ്ഥലം മാത്രം മാറിപ്പോയി. അങ്ങനത്തെ ഞണ്ട് പിള്ളേരെ ക്ലാസ് റൂമിൽ കയറ്റിയിട്ട് നേരെ നമ്മൾ ഒന്ന് ചൂടാക്കാനായിട്ട് താത്തി കൊടുക്കുകയാണ്. മക്കളെ ചൂട് കൂടുതലുണ്ടെങ്കിൽ പറയണോട്ടാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരെ ഒന്ന് മറിച്ചിടാട്ടോ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ടൊക്കെ കരിഞ്ഞൊക്കെ പോവേ. അങ്ങനെ മച്ചാന്മാരെ ദേ നമ്മളുടെ ഐറ്റത്തിനെ ഇനി നമ്മൾ പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ ദേ ഇവനോടെ നിൽക്കട്ടെ. ഇപ്പോൾ നല്ല വെന്ത മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് ഇനി ഇവരെ പകർത്താനുള്ള നേരമായി. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ ഞണ്ട് കുട്ടന്മാരെ ഓരോരുത്തരായിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് അങ്ങോട്ട് പകർത്തിയെടുക്കാം കേട്ടോ. ഒറ്റക്കാലൻ. അങ്ങനെ മച്ചാന്മാരെ ഇതേ നോക്കിയേ നമ്മളുടെ ഐറ്റം മുമ്പിൽ വന്ന് റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഓരോന്നായിട്ട് എടുത്തോ, നമുക്ക് വെട്ടിപ്പൊളിച്ചൊക്കെ കഴിക്കാം. ഞാൻ വലുതെടുത്തു കേട്ടോ, എനിക്ക് ചെറുതരണം മതി. പക്ഷെ ഇത് ഞാൻ തരും എല്ലാവർക്കും. അപ്പോൾ കാലില്ലേ? അപ്പോൾ ഇതാദ്യം ഇത് കഴിക്കണേക്ക് മുമ്പ് ഇത് കട്ട് ചെയ്തിട്ട് എല്ലാവരും സംഭവം നമ്മുടെ ഈ കമ്പി വെച്ചേക്കണത് കട്ട് ചെയ്തെടുക്കുക. ചേച്ചി കട്ട് ചെയ്ത് കൊടുത്തേക്കട്ടെ.
രാവിലെ എന്തോ ഓട്ടോ എങ്ങനെ ഓടിക്കൊണ്ട് നടന്ന ആൾക്കാരാ. അങ്ങനെ നമ്മുടെ കെട്ടൊക്കെ അഴിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഞണ്ട് കൂട്ടാൻ ഇതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ തോല് പൊളിക്കുകയാണേ. ഓൾറെഡി അമ്പോ നോക്കി മസാലയൊക്കെ അങ്ങോട്ട് സെറ്റായി അതിൻ്റെ ഉള്ളിൽ ഇരിക്കണണ്ട. ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള മസാല നമ്മൾ ഫില്ല് ചെയ്ത് കേട്ടോ. പൊന്നിലൊക്കെ കയറി സെറ്റായത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊന്നുണ്ടായിരുന്നു. മോനെ ചെറിയൊരു കാലിട്ടുണ്ട് പൊട്ടിച്ചോ. അപ്പോൾ നമ്മുടെ ഞണ്ടിനെ നമ്മളിനി വെട്ടാൻ പോവാണേ. കണ്ണടച്ചെല്ലാവരും തെറിക്കേ. രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാ മുട്ടൻ കാലിട്ടാ ഒന്നുണ്ടാവല്ലേ. നിറച്ചുണ്ട്. ഫുള്ളിറച്ചിയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു കാല് തരും ചേട്ടായി. നല്ല സിക്സ് പാക്കിനുണ്ട്. നോക്കണോ കാല്? ഇറച്ചി തണുങ്ങല്ലോ കേട്ടോ. ഇറച്ചി തണുങ്ങില്ല. അങ്ങനെ അതിനുള്ള ഇറച്ചിയുണ്ട്. കാല് വേണ്ടേ? കാല് 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 മോന് വേണ്ടേ വെട്ടിപ്പൊളിച്ച കാല്? ഞണ്ടിൻ്റെ കാലിലാണ് ഇറച്ചി കൂടുതലുണ്ടാവാ. അപ്പോൾ സാധനം നേടാ പ്രവണ കണ്ട എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കണ്ട ഇറച്ചി കണ്ട ഈ സാധനം നല്ല രസമുണ്ട്. ഇതില്ലേ ഒരു രക്ഷയില്ലട്ടാ മോനെ. ഇവിടെ വല്ല ആർക്കെങ്കിലും കാലിൻ്റെ ഇറച്ചി ഇടാത്തണ്ടാ? കാലിൻ്റെ ഇറച്ചി പ്രവീണേ നിനക്ക് വേണ്ടേ ഇതുപോലെ പറഞ്ഞോ? ഞാൻ കഴിച്ചോളാടാ. പൊളിച്ചെന്നോ? കുക്ക് ചെയ്യുമ്പോ കളർ പറഞ്ഞേ. ചിരിക്കണ്ട. ആ ഞാൻ തന്നെ പൊട്ടിച്ചു. ഇതും ഒരു പടം അടച്ച ഓക്കെ ഗ്രേവി കുടിക്കാൻ രസം. മോനെ സ്വർഗം ഒരു രക്ഷയാ. കറിനേലും നല്ലത് തന്നെ കേട്ടോ. സൂപ്പർ. ഇനി കറി വെച്ച് കഴിയുമ്പോൾ പറയും ഇതിനേക്കാളും നല്ലത് കറി തന്നെ ഉണ്ടാവും. ബായ് എങ്ങനെയുണ്ട്? കട്ടിനുണ്ട്. എനിക്കിഷ്ടായി. എന്നാലും ഇഷ്ടമാണ്. എനിക്കിഷ്ടായി. നല്ല ഇഷ്ടമായി. നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. മറ്റേ ക്യാമറ ഓഫ് ആവാൻ കാത്തുക്കാന്ന് പറയില്ലേ ചാടി വീഴാനായിട്ട്. ഇപ്പൊഴേക്ക് ഇഷ്ടായാ? നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമായാ? സാധനം എങ്ങനെയുണ്ട്? കറി വെക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാ? സൂപ്പർ സാധനം. മോനെ പൊളി സാധനം. ഫ്ലേവറൊക്കെ എലി ഇഷ്ടമായോ? പിന്നെ മെനക്കെടുന്നതിനുള്ള മുതലുണ്ട്. എനിക്ക് ഇഷ്ടമായി. അല്ല ഞണ്ട് ഇഷ്ടമായി. സംഭവം വേറെ ലെവലാട്ടോ. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കും. ചെറിയ ഞണ്ടാണെങ്കിലും സംഭവം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവല്. ഒരു സാധനം ബാക്കി ഉണ്ടാവില്ല. നോക്കിയേ എല്ലാവരുടെയും പ്ലേറ്റ് നോക്കിയേ വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ മൈക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. സമാനമായ ഭൂമി. അപ്പോൾ അതേ മച്ചാന്മാരെ നമ്മുടെ വീഡിയോന് വൈൻഡപ്പ് ചെയ്യാന്നൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ സംഭവം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. അപ്പോൾ നമ്മുടെ ഞണ്ട് വെച്ചിട്ടുള്ള ഈ ഒരു വെറൈറ്റി ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. കഴിച്ചതിൻ്റെ ഒരു ഇതിൽ പറയാണ്. ചെയ്ത് നോക്കിക്കോ പൊളി സാധനവും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം മച്ചാമാരെ ഇതിൽ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ അജുമച്ചാൻ, എലി, കിരൺ, അപ്പച്ചൻ, എഡ്വിൻ, പ്രവീൺ മച്ചാനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. ബൈ.